ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റിച്ചീസ് യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും തമ്മിൽ കണ്ടില്ലേ, പിന്നെ ഞാൻ എന്തിനാ പറയണേ, എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയത്തില്ലയോ? കുക്കിംഗ് വീഡിയോ ആണ്. ഓക്കെ, അപ്പം ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത ഒരു സാമ്പാറാണ്. സാമ്പാർ നോർമലി നമ്മൾ സാമ്പാർ ഉണ്ടാക്കും, പക്ഷേ ഈ ബോംബെ സാമ്പാർ എന്നുള്ള സംഭവം ഞാൻ ആദ്യമായിട്ട് കേൾക്കുമായിരുന്നു. ഇങ്ങനെയും ഉണ്ടാക്കാം എന്ന് അന്നേരമാണ് വിചാരിച്ചത്. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ എന്നാൽ നമുക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മോളില്ലേ റിയ, അവൾക്ക് ഈ ദോശ, ഇഡ്ഡലി ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫുഡാണ്. അതിൻ്റെ കൂടെ സാമ്പാറാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടം. ചട്നിയൊക്കെ ഉണ്ടാക്കി കൊടുത്താലൊന്നും അവൾ കഴിക്കത്തില്ല. സോ ദോശ സാമ്പാർ, ഇഡ്ഡലി സാമ്പാർ ഇതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും പേഴ്സണലി ദോശ സാമ്പാർ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്. മസാല ദോശ സാമ്പാർ, വാഹ് ക്യാ ബാത് ഹൈ, അടിപൊളിയാണ്. ഓക്കെ, സോ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ആകുമ്പോൾ ഇഡ്ഡലി ദോശ ഉണ്ടാക്കുന്ന സമയത്ത് അവൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ആ ഒരു സാമ്പാർ ഉണ്ടാക്കുക. അല്ലാണ്ട് ചോറിൻ്റെ കൂടെ നമ്മൾ വെജിറ്റബിൾസൊക്കെ നോർമലായിട്ടൊക്കെ ഇട്ട് നോർമൽ സാമ്പാർ ഉണ്ടാക്കും. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് രാവിലെ എണീറ്റിട്ട് ഉണ്ടാക്കുന്ന. ആ ഒരു സമയത്ത് ഞാൻ കഷ്ണങ്ങളൊന്നും ഇടില്ല കേട്ടോ. ഉള്ളി, ദാല്, സബോള, തക്കാളി അങ്ങനെ ആയിട്ടേ ഉണ്ടാക്കത്തുള്ളൂ. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്ന ഒരു സമയത്ത് വീഡിയോസൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ട ഒരു സംഭവമാണ് ബോംബെ സാമ്പാർ. അപ്പം അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് നോക്കിയപ്പം സംഭവം പൊളിയാണ്. പെട്ടെന്ന് നമുക്കൊരു 10-15 മിനിറ്റിനുള്ളിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു, എന്നാൽ ശരി നമുക്കിതിൻ്റെ ഒരു വീഡിയോ എടുക്കാം. സക്സസ് ആവോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ജസ്റ്റ് ചുമ്മാ ഒരു വീഡിയോ അങ്ങനെ എടുത്തതാണ്. സംഭവം പൊളിയായിരുന്നു, ഈസി ആയിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് ഒരുമിച്ച് പോയി ഒന്ന് കണ്ടാലോ? ഓക്കെ, അപ്പോൾ നമ്മുടെ ബോംബെ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഞാനിവിടെ ഒരു മീഡിയം സൈസ് സബോള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി 4 എണ്ണം എടുത്തിട്ടുണ്ട്, പിന്നെ വാളംപുളി ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇത്രയും ഐറ്റംസാണ് തൽക്കാലം ഇപ്പം നമുക്ക് വേണ്ടത്. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാനുള്ള ചെറിയൊരു പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പാത്രം നന്നായി ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു കയ്യിലാണ് കുക്കിങ്ങും മറ്റേ കയ്യിലുമാണ് വീഡിയോയും എടുക്കുന്നത്. സോ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സോ ജീരകം ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സബോള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് 2 പച്ചമുളക് നടുവേ കീറിയത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെളുത്തുള്ളി 4 എണ്ണം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടതിന് ശേഷം ഒന്നുകൂടെ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒരു തക്കാളി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിട്ടതിന് ശേഷം വീണ്ടും നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് 2 ചുമന്ന മുളകും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം സാമ്പാർ പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ സാമ്പാർ പൊടി വീട്ടിലുണ്ടാക്കിയ സാമ്പാർ പൊടിയാണ്. ഇതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടിട്ടുള്ളൊരു സാമ്പാർ പൊടിയാണ്. സോ ഞാൻ ഇതിൽ 1 സ്പൂൺ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പുറത്തുനിന്ന് മേടിക്കുന്ന സാമ്പാർ പൊടിയാണെങ്കിൽ ആ സാമ്പാർ പൊടിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പം വീട്ടിലുണ്ടാക്കിയതായതുകൊണ്ട് ഞാൻ ഈ ഒരു സാമ്പാർ പൊടി മാത്രമേ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എൻ്റെ സാമ്പാർ പൊടിയിൽ കായമുണ്ട്, പക്ഷെ എന്നാലും ഞാൻ വളരെ കുറച്ച് കായപ്പൊടി എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം.
അതിനുശേഷം നമുക്കിതിനകത്തോട്ട് പുളിവെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തിളയ്ക്കാനായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ആ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കിതിൽ മെയിനായിട്ടും ആഡ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അതെന്താണെന്ന് വെച്ചാൽ ഈ കടലപ്പൊടിയാണ് നമ്മുടെ സാമ്പാറിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. സാമ്പാർ നമുക്ക് കുറച്ച് കട്ടിയിലൊക്കെ വേണ്ടേ, അപ്പോൾ അതിന് നമുക്ക് കടലപ്പൊടി കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളത്തിൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ഇപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മിക്സ് കട്ട ഒന്നും ഇല്ലാണ്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സാമ്പാർ ഇവിടെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ആ കടലപ്പൊടി മിക്സ് ചെയ്തത് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ സാമ്പാർ കുറച്ച് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല കറക്റ്റ് പരുവത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില, 2-3 കറിവേപ്പിലയും പിന്നെ വെളിച്ചെണ്ണയും കൂടി ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്കൊരു 15-20 മിനിറ്റ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഈ ഒരു സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ഇഡ്ഡലിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പൂ പോലത്തെ ഇഡ്ഡലിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റിയയ്ക്ക് വേണ്ടിയിട്ട് ഇതിൽ നിന്നൊരു 2 ഇഡ്ഡലി എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് സാമ്പാറും കൂടി അതിൻ്റെ മുകളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ല അടിപൊളി സാമ്പാറായിരുന്നു. സൂപ്പർ ടേസ്റ്റായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അല്ലാണ്ട് പരിപ്പ് വേവിക്കാനോ ഒന്നിനും നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഷടപടേന്ന് സ്പീഡിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ റിയയ്ക്ക് ഫുഡ് കൊടുത്തതിന് ശേഷം അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇനി അവൾ എന്താ പറഞ്ഞത്? ഹായ് റിയ, ഗുഡ് മോർണിംഗ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇഡ്ഡലി സാമ്പാർ, ബോംബെ സാമ്പാർ? സൂപ്പർ. ഇഷ്ടമായോ? ഇനി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി തരാണോ? സൂപ്പറായിരുന്നോ? അപ്പം എല്ലാവരോടും പറ ഇത് ട്രൈ ചെയ്യാൻ വേണ്ടി. എല്ലാവരും ബോംബെ സാമ്പാർ ട്രൈ ചെയ്യണം. ടേസ്റ്റിയാണ്. മസ്റ്റ് 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 മസ്റ്റ്. ഓക്കെ, ബൈ ബൈ. Subscribe, like, comment, share. Bye bye.